ഹായ് വീവേഴ്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ പീനട്ട് കേക്കാണ്. പീനട്ട് ബട്ടർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു കേക്ക്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. കോഴിമുട്ട നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഞാനിവിടെ കുറച്ച് പഞ്ചസാര കുറച്ചാണ് ചേർക്കുന്നത്, കാരണം ഒരുപാട് മധുരമുള്ള കേക്ക് എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ്, പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാനായിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഇത് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യണം. നമുക്ക് ഇലക്ട്രിക് ബീറ്ററോ ഹാൻഡ് വിസ്കോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഹാൻഡ് വിസ്ക് വെച്ച് ചെയ്യുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇതാ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് കേക്ക് ചുട്ടെടുക്കാനുള്ള വെസലൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. സിമ്മിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 കപ്പ് മൈദ, ഞാനിവിടെ മൈദയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കേക്ക് ഫ്ലോറോ ഓൾ പർപ്പസ് ഫ്ലോറോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർക്കാം. കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു തവണ ഒന്നാകെ അങ്ങ് ചേർത്തിട്ട് ഇളക്കരുത്. അപ്പോൾ അത് അവിടെ ആയിട്ട് കട്ട പിടിച്ചൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കുറേശ്ശെയായിട്ട് ചേർത്ത് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് പീനട്ട്, നിലക്കടല വറുത്ത് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചതാണ്, അതുകൂടെ ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് വേണ്ടാത്തവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സാക്കിയാൽ മതി, ഒരുപാട് നേരം ഇളക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ നമ്മുടെ പാനിലേക്ക് ഒഴിക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ പാന് ഏകദേശം ചൂടായി വന്നിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ബാറ്റർ ഒഴിക്കുമ്പോൾ ഒരുപാട് ഉയരത്തിൽ വെച്ചിട്ട് ഒഴിക്കരുത്, താഴ്ത്തി വെച്ചിട്ട് ഒഴിക്കാൻ ശ്രദ്ധിക്കുക. അത് തന്നെ നമ്മൾ ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം ഇങ്ങനെ തുറന്ന് വെക്കുകയും ചെയ്യരുത്. പെട്ടെന്ന് തന്നെ അടച്ച് വെച്ചിട്ട് അതിനെ പൊങ്ങി വരാൻ അനുവദിക്കണം. ഒരു 20 മിനിറ്റാണ് നമ്മുടെ ഈ കേക്കിൻ്റെ കുക്കിംഗ് ടൈം. ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്ന് നോക്കാം. അപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് നല്ല ഉഷാറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കേക്കിന് നമ്മുടെ പാനിൽ നിന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, ഇപ്പോൾ കേക്ക് നല്ല അടിപൊളിയായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. സൈഡൊക്കെ ചെറുങ്ങനെ ഒന്ന് പറ്റിയിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് വിടർത്തി കൊടുക്കാം. നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് കരിയൊന്നും ചെയ്യാതെ അടിപൊളി കേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു പ്ലേറ്റിലേക്ക്. കണ്ടോ, നമ്മൾ 20 മിനിറ്റ് കൊണ്ട് നമ്മൾ ഒഴിച്ച ബാറ്റർ അതിൻ്റെ ഇരട്ടിയായിട്ട് പൊങ്ങി വന്ന് നല്ല സ്പോഞ്ച് പോലത്തെ കേക്കായി മാറിയിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഫാനിൻ്റെ ചോട്ടിലോ അതല്ലെങ്കിൽ ഫ്രിഡ്ജിലോ വെച്ച് തണുപ്പിക്കുക. ആ സമയം കൊണ്ട് നമുക്ക് 1 കപ്പ് ക്രീം വിപ്പ് ചെയ്തെടുക്കാം.
ഈ ക്രീം എങ്ങനെയാണ് വിപ്പ് ചെയ്തെടുക്കേണ്ടതെന്ന് ഉള്ള വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, അതിൽ പോയിട്ട് നോക്കുക. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഐസിങ് ഷുഗർ ചേർത്തിട്ടുണ്ട്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഐസിങ് ഷുഗറാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കേക്ക് ഫ്ലോർ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് മൈദ തന്നെ 1 കപ്പ് മൈദ എടുത്തിട്ട് അതിനകത്തുനിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് പകരം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത്, അരിപ്പ ഉണ്ടെങ്കിൽ അരിപ്പയിൽ അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഫ്ലോർ തയ്യാറാവും. ഞാനിവിടെ സാധാരണ മൈദ തന്നെയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്, കേക്ക് ഫ്ലോറൊന്നുമല്ല. നമ്മുടെ ക്രീം നല്ല വിപ്പായി വന്നിട്ടുണ്ടല്ലോ, കണ്ടോ, നല്ല സ്റ്റിഫ് പീക്സ് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്കൊന്ന് മുറിക്കണം. ഞാനൊരു കത്തി വെച്ചിട്ടാണ് മുറിക്കുന്നത്. കത്തി കൊണ്ട് മുറിക്കാൻ പ്രയാസമുള്ളവർക്ക് നൂലുകൊണ്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയിൽ ഇട്ടിട്ടുണ്ട്, അത് നോക്കുക. 2 ആയിട്ടോ 3 ആയിട്ടോ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് മുറിക്കാം. ഞാൻ 2 ആയിട്ടാണ് മുറിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ആയിട്ട് കട്ട് ചെയ്യാം. പിന്നെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കേക്കിൻ്റെ ഉള്ളിലേക്ക് കുത്തി തിരികിയിട്ട് അങ്ങനെ കട്ട് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. പകരം കേക്കിനെ ഒന്ന് ഇങ്ങനെ പ്ലേറ്റ് ഇങ്ങനെ ഒന്ന് തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കേക്ക് ഒരേ ലെവലിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഇതിനെ ഒന്ന് നനച്ചെടുക്കണം. ഞാൻ ഒരു 1/4 കപ്പ് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത്, പെട്ടെന്ന് കലങ്ങാൻ വേണ്ടിയിട്ടാണ് പൊടിച്ച പഞ്ചസാര ചേർത്തത്. ഗ്രാനുലേറ്റഡ് ഷുഗർ ആയാലും മതി, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് അങ്ങനെയുള്ള പഞ്ചസാര വെച്ചിട്ട് ഒന്ന് നനച്ചെടുത്താണ്. എല്ലാ ഭാഗത്തും കുറേശ്ശെയായിട്ട് ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് നനച്ചെടുക്കാം. മുഴുവനായിട്ടും ഈ കേക്കിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നല്ല നല്ല ഹൈറ്റിലുള്ള കേക്കാണ്. വേണമെങ്കിൽ ഇതിനെ 3 ആയിട്ട് കട്ട് ചെയ്യാം. ഞാൻ എളുപ്പത്തിന് വേണ്ടി 2 ആയിട്ടേ കട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത നിലക്കടല അവിടെ ആയിട്ട് കാണുന്നുണ്ട്, കണ്ടോ. കേക്ക് എല്ലാ സ്ഥലത്തും ഞാൻ നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രോസ്റ്റിംഗ് ചെയ്യാനുള്ള ക്രീമും റെഡിയാണ്, കേക്കും റെഡിയാണ്. നമുക്ക് ഇതിനെ ഒന്ന് സുന്ദരനാക്കി എടുക്കാം. കേക്ക് ഇവിടെ ഒന്ന് പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ തിരിച്ച് കേക്കിന് ക്രീമൊക്കെ തേച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അത് ഇല്ലാണ്ടിരിക്കാൻ ഞാൻ കുറച്ച് ക്രീം താഴെ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്നവിടെ ഫിക്സായിട്ട് നിൽക്കട്ടെ. ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് വിപ്പ് ചെയ്ത് വെച്ച ക്രീം കുറച്ചിട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ നൈഫില്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ വീട്ടിലത്തെ ചട്ടകത്തിൻ്റെ പിടിക്കുന്ന ഭാഗം കൊണ്ടാണ് ഇത് തേക്കാൻ, നമ്മൾ ക്രീം ഇതിൽ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി എടുക്കുന്നത്. അത് വെച്ചിട്ട് ഞാൻ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ നൈഫ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്യാം, അതല്ല ഇനി ചട്ടകത്തിൻ്റെ മറ്റേ ഭാഗം വെച്ചിട്ട് സ്പ്രെഡ് ചെയ്യാം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് കുറച്ച് നീളത്തിലുള്ളതായതുകൊണ്ട് കുറച്ച് എളുപ്പത്തിൽ ചെയ്യാമല്ലോ എന്നുള്ള ഇതിലാണ് മറ്റേ ഭാഗം വെച്ചിട്ട് ചെയ്തത്. അതിന് നമുക്ക് ഇതിൻ്റെ മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്യണം. അതിനായിട്ട് ഞാൻ കുറച്ച് ക്രീം വേറൊരു ബൗളിലേക്ക് എടുക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് പീനട്ട് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഒരു 3-4 ടേബിൾ സ്പൂൺ വരെ പീനട്ട് ബട്ടർ ചേർത്ത് കൊടുക്കുക.
ഇനി ക്രീമും പീനട്ട് ബട്ടറുമായിട്ട് നന്നായി ഒന്ന് യോജിച്ച് വരുന്ന വരെ ഇതിനൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ പീനട്ട് ബട്ടറും ക്രീമും കൂടെ മിക്സാക്കി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പിന്നെ ഒരു ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നത് പോലെ തന്നെ ഉണ്ടാവുമായിരിക്കും കേക്കിന് വരുന്നത്. നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ കേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഉണ്ടാക്കി അതേപാട് തന്നെ നമ്മളിത് കഴിക്കുകയാണെങ്കിൽ ഇതിന് വലിയ ടേസ്റ്റൊന്നും നമുക്ക് തോന്നില്ല. പക്ഷേ ഇത് ഒരു ദിവസം പുറത്തോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ സൂക്ഷിച്ചതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. സെക്കൻഡ് ഡേയിലാണ് ഇതിന് എല്ലാം ഇത് ബട്ടറും ഇതെല്ലാം കൂടെ കേക്കിനകത്തേക്ക് അങ്ങ് പിടിച്ചിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. നമുക്കിതിനൊന്ന് ഈ ക്രീം വെച്ചിട്ട് പീനട്ട് ബട്ടർ ഇട്ട ക്രീം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. ആദ്യം മുകളിൽ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതിനുശേഷം സൈഡിൽ ചെയ്യാം. മുകൾ ഭാഗം ഒന്ന് ഫിനിഷാക്കി എടുത്തതിന് ശേഷം സൈഡിൽ നമുക്ക് തേക്കാം. ഞാൻ കുറേ കാലം പിന്നെ വീഡിയോയിൽ സൗണ്ട് വെച്ചിട്ട് എൻ്റെ വോയിസ് വെച്ചിട്ട് ചെയ്യാറില്ലായിരുന്നു. പകരം മ്യൂസിക്കായിരുന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറിയ മോനുള്ളതുകൊണ്ട് ഞാനിവിടുന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ കൂടെ അവനും സംസാരിക്കും. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് വോയിസ് വെച്ച് ചെയ്യല്ലായിരുന്നു. വീണ്ടും നിങ്ങൾ വോയിസ് വെച്ച് ചെയ്തുകൂടെ എന്നുള്ള നിങ്ങളുടെ ആവശ്യം വീണ്ടും വന്നപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മോനൊക്കെ ഉറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഈ വോയിസ് വെച്ചിട്ടുള്ള വീഡിയോ ഇട്ടതിന് ശേഷം കുറച്ച് പേര് എൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യുണ്ടായി. വോയിസ് വെച്ച് ചെയ്തതുകൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞൂടാ. നിങ്ങൾ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നല്ലത് മാത്രം പറഞ്ഞാൽ പോരാ, എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും പറഞ്ഞാൽ പിന്നെ എനിക്കത് അടുത്ത വീഡിയോയിൽ അത് കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് കാണേണ്ട റെസിപ്പീസും എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് മോശമായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പറയാം. ഞാനിപ്പോൾ ഈ വോയിസ് വെച്ച് ചെയ്യുന്നത് അത്ര നന്നല്ല എന്നുണ്ടെങ്കിൽ അതും പറയാം. പിന്നെ അത്രയേ ഉള്ളൂ. നമുക്കിത് മുഴുവനായിട്ടും കവർ ചെയ്തെടുക്കാം. കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നൈഫ് വെച്ച് ചെയ്യുന്ന അത്ര തന്നെ ഫിനിഷിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത് വെച്ച ക്രീമിനെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുക്കാം. ഇപ്പോൾ പൈപ്പിംഗ് ബാഗ് ചിലപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ എപ്പോഴെങ്കിലും ഒരു കേക്ക് ഉണ്ടാക്കാൻ ഇപ്പോൾ ഒരു സെറ്റ് പൈപ്പിംഗ് ബാഗൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് കവർ ഉണ്ടാവില്ലേ, ആ പ്ലാസ്റ്റിക് കവറിൻ്റെ കോണായിട്ടുള്ള ഭാഗം, ആ ഭാഗം ഒന്ന് ഇപ്പോൾ ഞാൻ ഈ പൈപ്പിംഗ് ബാഗ് കട്ട് ചെയ്തതുപോലെ ആ ഭാഗം ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് അവിടെ നിങ്ങൾക്ക് ടിപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കട്ട് ചെയ്ത് കഴിഞ്ഞാലും റൗണ്ട് ടിപ്പിൽ വരുന്നത് പോലെ നമ്മുടെ പൈപ്പിംഗ് ബാഗിൽ റൗണ്ട് ടിപ്പ് ഇട്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണോ ക്രീം വരുന്നത് അതുപോലെ നമ്മൾ അവിടെ കട്ട് ചെയ്തിട്ട് ചെയ്താൽ നമുക്ക് ക്രീം വരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഇതുകൊണ്ട് വെച്ച് ചെയ്യാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാണ്. ഞാനൊരു കേക്ക് ആർട്ടിസ്റ്റൊന്നുമല്ല, മുൻകൂറേ പറയുകയാണ്, എനിക്കറിയാവുന്നതുപോലെ ചെയ്യാണ്. നിങ്ങൾ ചിലപ്പോൾ നന്നായി ഡെക്കറേറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. ചെറിയ അറ്റംപ്റ്റ് നടത്തുന്നേ ഉള്ളൂ ഞാൻ. ഇതിൻ്റെ അടിവശം ഒന്ന് ചെറുതായി ഒന്ന് ഡെക്കറേഷൻ കൊടുക്കാം. പിന്നെ ഈ കേക്ക് എപ്പോഴും ഞാൻ പറയുകയാണ്, ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, രണ്ടാമത്തെ ദിവസം ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നാളെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്.
അപ്പോൾ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന പോലെ, എനിക്കറിയാവുന്ന പോലെ ഞാൻ ചെയ്തതാണ്. ഇനി ഇതിനൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് കാണാൻ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ചുള്ള കമൻസൊക്കെ അറിയിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാം ഇതിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഒക്കെ എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ ഞാൻ ഈ വോയിസ് വെച്ച് ചെയ്യുന്നത് ഫ്ലോപ്പാണെങ്കിൽ അതും കൂടെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു അടിപൊളി കേക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.